ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അവസാനം വരെ ഒന്ന് കാണുക. അപ്പോൾ നമ്മൾ ഒന്നാം പെരുന്നാളിൻ്റെയും രണ്ടാം പെരുന്നാളിൻ്റെയും ഒക്കെ ചെറിയ വീഡിയോ ആയിട്ട് വിട്ടിരിക്കുകയാണ് കേട്ടോ. ഫുള്ളായിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല, ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാലത്ത് തന്നെ പത്തിനും ചിക്കൻ കറിയാണ് ഒന്നാം പെരുന്നാൾക്ക് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ സമയപരിധി മൂലം കുറേശ്ശെ എടുത്തതാണ്. അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ് മക്കളെ കുളിപ്പിക്കലും ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ മോള് നമ്മൾ ഇക്കാടെ സിസ്റ്റർമാരും ഒക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വെയിറ്റ് ചെയ്യണതിൻ്റെ ഇടയിൽ മക്കൾക്ക് ക്ഷമയില്ല, അവർക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ട് അവർ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർക്ക് കൊടുത്തു കേട്ടോ. ഇവരുടെ ഡ്രസ്സൊക്കെയാണ് അത്. ഞാൻ ഇതിൽ ചെറിയ ഷോർട്സായിട്ട് വിടുന്നുണ്ട്, വീഡിയോസും ഫോട്ടോസൊക്കെ. അതിനുശേഷം ഞാൻ കുറച്ച് സേമിയ പായസം ഉണ്ടാക്കിയിരുന്നു. ഹിബ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സേമിയ പായസം, അതുകൊണ്ട് സേമിയ പായസമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒന്നാം പെരുന്നാളുടെ അവരുടെ ഡ്രസ്സൊക്കെ ഇതാണ് കേട്ടോ. ഷോർട്സിൽ ഞാൻ വിടാൻ വേണ്ടിയിട്ടൊന്ന് എഡിറ്റ് ചെയ്തതാണ് അവരുടെ ഡ്രസ്സ്. ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഒക്കെ ഇതാണ്. പിന്നെ എന്നും പറയണ പോലെ തന്നെ ക്ലിയർ കുറവാണ്, ക്ലാരിറ്റി മറ്റേ ഫോണിൻ്റെ ചെറിയൊരു ഇതുപോലെ ക്ലാരിറ്റി ഇല്ലാത്ത ചെറിയ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അങ്ങനെ രണ്ടാം പെരുന്നാളിന് കാലത്ത് ഞങ്ങൾ ചെറുതുരുത്തി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒന്നാം പെരുന്നാൾക്ക് അങ്ങനെ നമ്മൾ അവരൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ബിരിയാണി ഏൽപ്പിച്ചിരിക്കുന്നു. അവിടെ കയ്യിന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ കയ്യിന് വയ്യ, അപ്പോൾ പുറത്തുനിന്ന് മേടിക്കുകയാണ് ചെയ്തത്. ചിക്കൻ ബിരിയാണി മേടിച്ചിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ ചെറുതുരുത്തി പോയിട്ട് ബീഫ് മേടിച്ചു. പിന്നെ മോരുകറി, ബീഫ്, കാബേജ് ഉപ്പേരി ഒക്കെ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പച്ചക്കറി മേടിക്കാൻ വേണ്ടിയിട്ട് കാത്തിക്കുക. ബീഫ് മേടിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ മോരുകറിക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഓരോ ജ്യൂസൊക്കെ കുടിച്ച് ഭയങ്കര ചൂടാണ്. പുറത്ത് പോയാൽ എന്തായാലും ഒരു ലേശം വെള്ളം കുടിക്കാതെ അങ്ങോട്ട് വരാൻ പറ്റില്ല. അങ്ങനെയും തളർച്ച തോന്നും ചൂടത്ത് കുറച്ച് നേരം നിന്ന് കഴിഞ്ഞ്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. മക്കളൊക്കെ നല്ല കളിയിലാണ്, എല്ലാവരും ഉണ്ട്. ഇക്കാക്ക് 4 സിസ്റ്റർമാരാണ്, അപ്പോൾ അവരുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് ദിവസം നമ്മുടെ വീട്ടിലായിരുന്നു. രണ്ടാമത്തെ ദിവസം നമ്മൾ ഫുഡ് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ അവിടെ എല്ലാവരും കൂടിയായിട്ട് അടിച്ചു പൊളിച്ച് അവിടെ നിന്നു. അങ്ങനെ ഇത്തതാ ക്യാബേജ് ഉപ്പേരി കേട്ടോ. അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ക്യാബേജ് ഉപ്പേരിയാണ് അവരുടെ. പിന്നെ മോരുകറി ഉണ്ടാക്കേണ്ട ഒരു സൈഡിൽ. പിന്നെ ബീഫിലേക്കുള്ളതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മോരുകറിക്കുള്ളത് താളിക്കണുണ്ട്. എല്ലാവരും കൂടി വന്നപ്പോൾ ഒരു രസമാണ്. പിന്നെ എൻ്റെ വീട്ടിലേക്ക് പ്രാവശ്യം പോയില്ലൊക്കെ പോകാനായി എൻ്റെ ഒരു സങ്കടമുണ്ട്. പക്ഷെ പോണതിൻ്റെ ഇടയിലൊന്ന് പോയി 2 ദിവസം നിന്നിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പെരുന്നാൾക്കായിട്ട് ഞാൻ പോണില്ല വിചാരിച്ച്. പിന്നെ നമ്മുടെ മെയിൻ പപ്പടം ഉണ്ട്. അങ്ങനെ മദ്രസയൊക്കെ തുറക്കാനായി കുട്ടികൾക്ക്. അപ്പം അതിന് മുമ്പൊക്കെ ഒന്ന് കുറച്ച് ദിവസമൊക്കെ വിരുന്ന് പോയി നിൽക്കണം അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ പോവാത്ത കേട്ടോ. പിന്നെ വീട്ടിലെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചെറിയ ഒഴിവുകളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ പോവാമെന്ന് വെച്ച്. അതിനുശേഷം ഇത്തതാ നല്ല ബീഫ് ഒക്കെ മിക്സ് ചെയ്തിട്ട് ഒരുമിച്ചിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കിയ ബീഫ്. അപ്പോൾ അവരുണ്ടാക്കേണ്ടത്. ഒപ്പം തന്നെ ചോറ് പുറത്ത് ചോറ് ഊറ്റുന്നുണ്ട്. എല്ലാവരും കൂടെ ഭയങ്കര കളിയാണ് കേട്ടോ, നല്ല കളിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറേശ്ശെ ഇങ്ങനെ കിച്ചണിലൊക്കെ വന്ന് നോക്കി. ബീഫ് വേവിച്ച് ആദ്യം സെപ്പറേറ്റ് ബീഫ് വേവിച്ച് വെച്ചിട്ട് പിന്നെ മസാല കൂട്ടി അതിൽ ഇടുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറുതായിട്ടൊരു വീഡിയോ എടുത്തു. അപ്പോൾ ഒരു നാടൻ രീതിയിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ബീഫ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചത്. ഇത്തവണ ബീഫ് ഭയങ്കര ടേസ്റ്റാണ്. കുരുമുളകും ഒച്ച മസാല ഒക്കെ ഇട്ടിട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അവർ പെട്ടെന്ന് കുക്കിങ് ചെയ്ത് നല്ല രീതിയിൽ വെക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത്താനെ ഏൽപ്പിച്ചു ബീഫിൻ്റെ വെക്കലും ഇതൊക്കെ. അങ്ങനെ മോരുകറി ബീഫും ആയിട്ട് എൻ്റെ ഒരു രണ്ടാമത്തെ പെരുന്നാൾ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉള്ളത് ഞങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കാട്ടോ. ഹിബമോൾക്ക് ചിക്കൻ കറി ഏതാ ബീഫ് കറി ഏതാണെന്ന് തിരിച്ചറിയില്ല. കാരണം രണ്ടും ഒന്നായിട്ടാണ് അവള് പറയാറ്, രണ്ടിനും ഒരേ പേരാ പറയാറ്. അങ്ങനെ ഇതാ മക്കളൊക്കെ ചെറുതായിട്ട് കളിക്കുകയാണ്. കുട്ടികളൊക്കെ ഇതൊക്കെ കൂടെ ഇപ്പടെ കൂടെ കളിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പായസമൊക്കെ സെറ്റായിട്ട് സേമിയ പായസം തന്നെ ഉണ്ടാക്കിയത് കേട്ടോ.
ബാക്കിയൊക്കെ നെയ്യിൽ പൊഴിച്ചു കൊടുത്ത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ എന്ന് വെച്ചാൽ. ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ മക്കൾ യുവമോളും ഒന്ന് ഇടയിൽ പറയണം. അതാണ് എക്സ്ട്രാ ഒരു വോയിസ് കേൾക്കുന്നത് കേട്ടോ, എന്നെ പറയാൻ അയക്കണില്ല. അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ ലാസ്റ്റ് അവർ രാത്രി ആയപ്പോൾ വിഷുവിൻ്റെ ഒരുക്കങ്ങളിലാണ്.